ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ പാർട്ട് സി ആണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ്സാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ 2 റിവിഷൻ ക്ലാസ്സും അതോടൊപ്പം ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ എല്ലാ മൊഡ്യൂൾസും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡിങ് 2 റിവിഷൻ ക്ലാസ് അടക്കം 39 ക്ലാസ്സുകൾ. സോ ഓൾറെഡി 39 ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ് ആണ്, അതായത് 40ാമത്തെ ക്ലാസ് ആയിട്ട് വേണം ഇത് കേൾക്കാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ 39 ക്ലാസ്സുകൾ ഈ സബ്ജക്റ്റിൻ്റെ മുഴുവൻ മൊഡ്യൂൾസും പഠിക്കണം. അതോടൊപ്പം ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ 2 റിവിഷൻ ക്ലാസ്സും കൃത്യമായിട്ട് കേൾക്കുക. അതിനെല്ലാത്തിനും ശേഷം മാത്രം ഈ ഒരു മൂന്നാമത്തെ റിവിഷൻ ക്ലാസ് കേട്ടാൽ മതി. അപ്പോൾ എല്ലാ ടോപ്പിക്കും കവേർഡ് ആയിരിക്കണം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ എസ്സേ ഒന്ന് നോക്കാം. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന സബ്ജക്റ്റിനെ പറ്റി ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നൊരു ഗോസിപ്പുണ്ട്. കുറേ കുട്ടികൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് IFM ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്കതിനകത്ത് പല കാര്യങ്ങളും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കഴിഞ്ഞ വർഷം ചോദിച്ച 4 എസ്സേ ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് എസ്സേ എന്ന് പറയുന്നത് സെബി ആയിരുന്നു ടോപ്പിക്ക്. സെബിയുടെ ഫങ്ഷൻസ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സെബിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സെബി എന്നൊരു ടോപ്പിക്ക് വരാറുണ്ട്. രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫ്ലോട്ടേഷൻ ആണ്, അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ. ഈ ഫ്ലോട്ടേഷൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമില്ലടോ, ഒരു കമ്പനിക്ക് ഏതൊക്കെ രീതിയിൽ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാം, അവർക്ക് എങ്ങനെയൊക്കെ അവരുടെ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ റേസ് ചെയ്തെടുക്കാം, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് രണ്ടാമത്തെ ആയിട്ട് ചോദിച്ചത്. മൂന്നാമതായിട്ട് മണി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. നാലാമതായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡിംഗ് പ്രൊസീജിയർ. സോ ഈ ഒരു 4 എസ്സേ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഈ IFM എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ഔട്ടർ ലെയർ മാത്രമേ പരീക്ഷയ്ക്ക് വരൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് ഡെപ്തിൽ പോകേണ്ട കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരത്തില്ല. ഇപ്പോൾ ഫസ്റ്റ് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ കമ്പോണൻസ്, പിന്നീട് ഈ പറഞ്ഞ സെബിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം, മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻസ് വരാം, പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് ഡിഫറൻസ് വരാം, ഷെയർ ആൻഡ് ഡിബഞ്ചർ, നമ്മൾ ആ ഒരു ടോപ്പിക്കൊക്കെ വരാം. ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്, ഫ്യൂച്ചർ, ഫോർവേഡ്, ഓപ്ഷൻ സ്വാപ്പ്, ഈ 4 കാര്യം എന്താണ്, പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പേരുകൾ മാത്രം നോക്കിയാലും മതി. ദെൻ അതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലാതെ ഏജൻസിയുടെ ജാതകം ഒന്നും നിങ്ങൾ പരിശോധിക്കേണ്ട. സോ ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഔട്ടർ ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ഔട്ടർ ലൈൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ ഓപ്ഷൻസും കിട്ടും. അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് മുഴുവനായിട്ടും ഇന്നറിപ്പോയി, അതായത് ഏറ്റവും ഡെപ്തിൽ ചെന്ന് ഏറ്റവും അവസാനത്തെ ടോപ്പിക് വരെ വായിക്കണമെന്ന് നിർബന്ധമില്ല. എക്സാമിന് സബ്ജക്റ്റ് നോളജ് കിട്ടാൻ എല്ലാം വായിച്ചു വെച്ചോ, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയേ സെബിയുടെ ഫങ്ഷൻസ് ഇതെന്തായാലും ഒരു കുട്ടി പഠിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഏതൊക്കെ മെത്തേഡ്സിലാണ് കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നത്, ഞാനത് കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും ഈ 4 എസ്സേയും ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 4 എസ്സേയാണ് ചോദിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു ഔട്ടർ ലൈൻ, അതായത് ഞാൻ ഈ എടുത്തിരിക്കുന്ന 39 ക്ലാസ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഈ ഒരു ബാച്ചിനെ സംബന്ധിച്ച് ഈ ഒരു 4 എസ്സേ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഈ ഒരു 4 ടോപ്പിക്ക് നോക്കിക്കൊണ്ടേ പോകൂ. ഇപ്പോൾ മണി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എൻ്റെ ക്ലാസ്സിൽ കണ്ടോ മണി മാർക്കറ്റ് എന്നും പറഞ്ഞൊരു ക്ലാസ് പ്രത്യേകമുണ്ട്. അത് കേട്ടാൽ മാത്രം മതി, അരമണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ 2x ഇട്ട് കേട്ടോ, 2x സ്പീഡിൽ കേട്ടാൽ 15 മിനിറ്റ് തീരത്തില്ലേ. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് മണി മാർക്കറ്റ് മുഴുവനും പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു എസ്സേ ചോദിച്ചാൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഈ 4 എസ്സേയും നമ്മൾ കൃത്യമായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും ഓക്കെ, അപ്പോൾ ഈ 39 ക്ലാസ്സുകളും കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ലൈനേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഏറ്റവും സിമ്പിൾ വെർഷൻ നമ്മൾ ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ടോപ്പിക്കൊന്നും പരീക്ഷയ്ക്ക് വരത്തില്ല. അതാണ് ഈ എസ്സേ ഞാൻ ആദ്യം കാണിച്ചു തന്നിരിക്കുന്നത്. ഈ 4 എസ്സേയും ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് നോക്കിക്കൊണ്ടേ പോകും. പിന്നെ ഒന്നും പഠിക്കാതെ പോയിട്ട് പരീക്ഷ തോറ്റാൽ നമ്മളെ കുറ്റം പറയരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔട്ടർ ലൈനാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് അത് നോക്കിക്കൊണ്ട് പോകണം. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ അത് നോക്കിക്കൊണ്ട് പോകാം. പിന്നെ പ്ലേയേഴ്സ് ഇൻ ഇഷ്യൂ മാർക്കറ്റ് നോക്കിക്കൊണ്ട് പോകാം. പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് നോക്കിക്കൊണ്ട് പോകാം. ഇതെല്ലാം ബേസിക് ടോപ്പിക്കുകളാണ്. ബേസിക് ആയിട്ട് നോക്കേണ്ട കുറേ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ മുൻപുള്ള റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഞാനിതെല്ലാം പഠിപ്പിച്ചിട്ടുമുണ്ട്. അത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ മതി. അതിനകത്തുള്ള ഓരോ ലെയറും അകത്തോട്ട് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ വീണ്ടും പറയുന്നു, പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല കാര്യം തന്നെ. പക്ഷേ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോക്കൂ, ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോർട്ട് ഫോംസുകളുണ്ട്. ASBA, GDR, ഇങ്ങനെ ഷോർട്ട് ഫോംസ് വരുന്നുണ്ട്. ദെൻ സെൻസെക്സ് ഷോർട്ട് ഫോമാണ്. സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
ദെൻ ഫെമ, OTC, ഇങ്ങനെ ഷോർട്ട് ഫോമുകൾ ചോദിക്കാറുണ്ട്. അവിടെ ഒരു 4-5 മാർക്ക് ഒപ്പിക്കാനായിട്ട് അങ്ങനെയും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ഫുള്ളായിട്ട് ഷോർട്ട് ഫോം ഒന്നും തപ്പി പിടിക്കണ്ട. ഞാനൊരു 10 മിനിറ്റ് ക്ലാസ് പോലെ അത് മാത്രമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി. ഒരു 2 ദിവസം മെനക്കെട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട് പഠിക്കാം. അത്രയ്ക്ക് ഈസി ആയിട്ടാണ് പരീക്ഷ വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് അത്ര പ്രയാസമുള്ളൊരു സബ്ജക്റ്റ് അല്ല. ഇതിൻ്റെ ഔട്ടർ ലൈൻ നോക്കിക്കൊണ്ട് പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആ എസ്സേ കാണിച്ചു തന്നത്. കണ്ടോ, ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു 6-7 എസ്സേ, അതിനകത്തുനിന്ന് തന്നെയാണ് ഈ 4 എണ്ണം വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു 3 എസ്സേ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടും. 3 എസ്സേ, നമുക്ക് 2 എണ്ണം മതിയല്ലോ, എന്നാലും ഉറപ്പായിട്ട് ഞാൻ പറയുവാണ് ഒരു 3 എസ്സേ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നിന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് പോയാൽ മതി, ക്ലാസ് നോക്കിക്കൊണ്ട് പോയാൽ മതി, പഠിച്ചുകൊണ്ട് പോയാൽ മതി, നമുക്കൊരു 3 എസ്സേ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, പിന്നെ ഷോർട്ട് ഫോംസ്, ഇങ്ങനെ കുറേ ഷോർട്ട് ഫോംസുകൾ വരും. അതിനെപ്പറ്റിയും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ കഴിഞ്ഞാണ് ഇതുണ്ടോ, ജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, അത്തരത്തിലുള്ള ടോപ്പിക്കുകളെ വരത്തുള്ളൂ. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ, അത് മണി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് കേട്ടാൽ മതി. മണി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എസ്സേ ആയാലും 4 മാർക്ക് ആണെങ്കിലും 2 മാർക്ക് ആണെങ്കിലും ആ ഒരൊറ്റ ക്ലാസ് കേട്ടാൽ മതി. പ്രധാനപ്പെട്ട എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ക്യാപിറ്റൽ മാർക്കറ്റിനകത്താണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റുമാണ്. ഈ സെക്കൻഡറി മാർക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ 2 സെഗ്മെൻറ്റാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഒരു മാർക്ക് കിട്ടാൽ അതൊക്കെ മതി. ദെൻ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്താണ്, ഈ സ്പെക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ്, എന്താണ് സ്പെക്കുലേറ്റർ, സ്പെക്കുലേറ്ററിൽ തന്നെ ബുള്ള്, ബെയർ, ലെയിം ഡക്ക്, സ്റ്റാഗ് എന്നൊക്കെ പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത്രയും നോക്കിക്കൊണ്ട് പോയാൽ മതി. പിന്നെ ഞാൻ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻവെസ്റ്ററും സ്പെക്കുലേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞ ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, അത്തരം ജസ്റ്റ് ബേസിക് കാര്യം നോക്കിക്കൊണ്ട് പോയാൽ മതി. അല്ലാതെ എങ്ങനെയാണ് സ്പെക്കുലേഷൻ നടത്തുന്നത് എന്ന കാര്യമൊന്നും നമ്മൾ നോക്കണമെന്നില്ല. ജസ്റ്റ് എന്താണ് സ്പെക്കുലേഷൻ, ആരാണ് സ്പെക്കുലേറ്റർ, 4 ടൈപ്പ് സ്പെക്കുലേറ്റേഴ്സിൻ്റെ പേരും അത് ജസ്റ്റ് ഒരു 2 ലൈൻ എഴുതാൻ വേണ്ടി ഒന്ന് പഠിച്ച് വെച്ചേക്കുക. അത്രയൊക്കെ വരത്തുള്ളൂ. ഈ PE റേഷ്യോ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ടോപ്പിക്ക് പോലായിരുന്നു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേരെ. PE റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എന്നാണ്. സീരിയസ്ലി പറയട്ടെ, പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എന്നാണെന്ന് എഴുതിയാൽ തന്നെ ചിലപ്പോൾ 1 മാർക്ക് കിട്ടും. കാര്യം അത് എല്ലാവരെ കൊണ്ടും ആ ഫുൾ ഫോം പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ PE എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ടു ഏണിംഗ് ആണ്. അതായത് കമ്പനിയുടെ ഷെയർ പ്രൈസും അതിൻ്റെ ഏണിംഗ് പെർ ഷെയറും തമ്മിലുള്ളൊരു ഒരു റേഷ്യോ ആണ്. ഏണിംഗ് പെർ ഷെയർ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും പഠിക്കുന്നതാണ്. ഒരു ഷെയറിൻ്റെ പുറത്ത് നമുക്ക് എന്തുമാത്രം പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടുമെന്നാണ്. അപ്പോൾ ഏണിംഗ് പെർ ഷെയറും കമ്പനിയുടെ ഇപ്പോഴത്തെ ഷെയർ പ്രൈസും തമ്മിലുള്ള ഒരു റേഷ്യോയാണ് ഈ PE അഥവാ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ GDR, ഈ DR എന്ന് ഉദ്ദേശിക്കുന്നത് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നാണ്. അതിൻ്റെ G ചേർത്താൽ ഗ്ലോബൽ ആവും, A ചേർത്താൽ അമേരിക്കയാവും, E ചേർത്താൽ യൂറോപ്പ് ആകും, I ചേർത്താൽ ഇന്ത്യൻ ആകും. മെയിനായിട്ട് നമുക്ക് 4 എണ്ണം ഉണ്ട്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, A ആണെങ്കിൽ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, I ആണെങ്കിൽ ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, E ആണെങ്കിൽ യൂറോപ്പ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഫുൾ ഫോം എഴുതിയിട്ട് ഇത് ആ ഒരു രാജ്യത്ത്, അതായത് ഇന്ത്യക്ക് പുറത്ത് എസ്പെഷ്യലി ഗ്ലോബലി നമുക്ക് കമ്പനികൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റൈസുള്ള പരിപാടിയാണ്. നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇന്ത്യ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യക്ക് പുറത്ത് ഷെയർ ഇഷ്യൂ ചെയ്ത് പണം നേടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡെപ്പോസിറ്ററി റെസിപ്റ്റുകൾ ഇഷ്യൂ ചെയ്യണം. ആ ഒരു പരിപാടിക്കാണ് ഈ GDR എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ക്ലാസ്സും കൂടെ കേട്ട് വെച്ചേക്കണേ, ഫുൾ ഫോം എങ്കിലും നോക്കി വെച്ചേക്കുക. ഇതുണ്ടോ 2 ടൈപ്പ് ഓപ്ഷൻസ് എന്താണ്, നിങ്ങൾ ഈ ഓപ്ഷൻസിനകത്ത് കിടന്ന് കുത്തിമറിയൊന്നും വേണ്ട. 1 മാർക്ക് കിട്ടാൻ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും 1 മാർക്ക് കിട്ടും. 2 ടൈപ്പ് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എഴുതിയാൽ മാത്രം മതി. എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, അത്രേ ചോദിക്കത്തുള്ളൂ. എന്താണ് സെൻസെക്സ്, അതാ ഞാൻ പറയുന്നത്. ഈ സബ്ജക്റ്റിനകത്തൊരു ഔട്ടർ ലൈൻ ഉണ്ടോ, ഈ സബ്ജക്റ്റ് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് പോയാൽ മതി. ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളെന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് പോകുന്ന ടോപ്പിക്കുകളല്ല. ഏറ്റവും മുകളിൽ ഞാൻ ഔട്ടർ ലൈൻ എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു ഔട്ടർ ലൈൻ നോക്കി പോയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലപോലെ സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ 2 മാർക്കും എല്ലാം അതുപോലെ തന്നെ വന്നിരിക്കുന്നത്, അല്ലാതെ ഡീപ്പായിട്ടൊന്നും വന്നിട്ടില്ല. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അത് മണി മാർക്കറ്റിനകത്ത് വരുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, നമുക്ക് ഡിബഞ്ചർ പറയാം, ഷെയർ ഉണ്ട്, ബോണ്ട് ഉണ്ട്, ഷെയറിൽ തന്നെ ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അത് എഴുതി വെച്ചാൽ മതി, 2 മാർക്ക് കിട്ടിയിരിക്കും. ദെൻ ബുക്ക് ബിൽഡിങ്, ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ബുക്ക് ബിൽഡിംഗ് വേണമെങ്കിൽ 4 മാർക്കിനും ചോദിക്കാം. ഈ ബുക്ക് ബിൽഡിങ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഗ്രീൻ ഷൂ ഓപ്ഷൻ, ഇങ്ങനെ കുറേ ടേമുകളുണ്ട്. ബുക്ക് ബിൽഡിങ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്,
ഗ്രീൻ ഷൂ ഓപ്ഷൻ, ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. ഞാൻ പ്രത്യേകം 1 മാർക്ക് 2 മാർക്ക് എന്നും പറഞ്ഞ് പ്രത്യേക ഒരു ക്ലാസ് കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ എടുത്തിരിക്കുന്ന ഈ 39 ക്ലാസ്സുകളില്ലേ, ഇതിനകത്ത് നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഷോർട്ട് ഫോമിന് മാത്രമായിട്ട് ക്ലാസ് ഉണ്ട്, 1 മാർക്ക് 2 മാർക്കിന് മാത്രമായിട്ട് പ്രത്യേകം ക്ലാസ് ഉണ്ട്. അതിനകത്തൊക്കെ ഞാനിത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയേ, പ്രൈമറി മോർട്ട്ഗേജ് മാർക്കറ്റ്, അതായത് പ്രൈമറി മോർട്ട്ഗേജ് സെക്കൻഡറി മോർട്ട്ഗേജ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് ഈ പ്രൈമറി മോർട്ട്ഗേജ്, അതായത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏത് തരം പേയ്മെൻറ്റ് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ഇൻവെസ്റ്റേഴ്സിന് എന്തിനു വേണ്ടിയാണ്? വൈ ഡു ഇൻവെസ്റ്റേഴ്സ് നീഡ് സ്റ്റോക്ക് ഇൻഡീസസ്? സ്റ്റോക്ക് ഇൻഡീസസ് എന്ന് പറയുന്നത് ഈ സെൻസെക്സും നിഫ്റ്റിയൊക്കെയാണ്. അതിൻ്റെ ബേസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇൻഡീസസിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഓരോ ഷെയറിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആവശ്യം. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷനകത്ത് കുറേ മെത്തേഡുണ്ട്. അതിലൊന്നാണ് ഈ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന വ്യക്തികൾക്ക് പ്രൈവറ്റായിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെ, എത്രത്തോളം ക്യാപിറ്റൽ ഫോർ, അതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഫെമ എന്താണ്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡെറിവേറ്റീവ് എന്ന മൊഡ്യൂൾ നിങ്ങൾ ആകെ നോക്കേണ്ടത് എന്താണ് ഡെറിവേറ്റീവ്, എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, എന്താണ് ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. അതിൻ്റെ 4 ക്ലാസിഫിക്കേഷനാണ്: ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്. ഇത്രയും നോക്കി വെച്ചിരുന്നാൽ മതി. ദെൻ ബിഡ് പ്രൈസ്. ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് വിലയ്ക്കാണോ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ആ റേറ്റ്, ആ വിലയ്ക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ പേരുകളെ ചോദിച്ചോളൂ. 2 പേര്, നമുക്കൊരു 4-5 എണ്ണത്തിൻ്റെ പേര് കിടപ്പുണ്ട്. ജസ്റ്റ് പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു പർപ്പസും കൂടെ നോക്കി വെച്ചുതരാം. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ പർപ്പസ്? ഒരു 4-5 ഏജൻസിയുടെ പേര് നോക്കി വെക്കുക. OTCI, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് എന്ന് പറയും. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, BSE NSE സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിന് പുറത്തുള്ള ഷെയർ ട്രേഡിംഗ് ആണ്. അതായത് ഓവർ ദ കൗണ്ടർ എന്നാണ്. മെയിനായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് മാറിയിട്ട് നമ്മളെ സംബന്ധിച്ച് അത്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കമ്പനികളുടെ നിന്ന് ഷെയറുകൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ OTC വഴിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പാരസെറ്റാമോൾ ഗുളികയില്ലേ, പാരസെറ്റാമോൾ, ഇത് വാങ്ങിക്കഴിക്കാനായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. അതായത് ചെറിയ രീതിയിലുള്ള പനിയും ചൂടുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ചേട്ടാ 5 പാരസെറ്റാമോൾ അവിടുന്ന് കിട്ടും. കാര്യം അത് ഓവർ ദ കൗണ്ടറാണ്. നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ അസുഖമൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ജസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി പോയി മേടിക്കുന്ന ആ രീതിയിൽ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മാറി നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കമ്പനികളായിരിക്കും അവിടെ ഷെയർ ചെയ്യുന്നത്, അവിടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ OTC എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ 4 മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ആദ്യത്തെ ഒരു 6 ക്വസ്റ്റ്യൻ കണ്ടോ, ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കിട്ടുമായിരുന്നു. കാര്യം പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റിലെ വ്യത്യാസം എന്ത്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻറ്റ്, ഇത് എസ് എ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻറ്റ് വേണമെങ്കിൽ എസ് എ ആയിട്ടും വരാം. ഞാനത് എസ് എ ആയിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ദെൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്ത്, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാവുന്നേ ഉള്ളൂ, പത്രമൊക്കെ വായിക്കുന്നവരല്ലേ. സെബിയുടെ പർപ്പസ്, ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റർ, ഇതാ ഞാൻ പറഞ്ഞ ബുള്ള്, ബെയർ, അത്ര എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ. ദെൻ ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ 4 ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് എളുപ്പമാണ്, മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആവാം, ഫ്യൂച്ചറും ഫോറിനും നമ്മളെ വ്യത്യാസം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതാ ഞാൻ പറയുന്നത്, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ പഠിക്കാതെ പോയാൽ എനിക്ക് വിഷമിക്കേണ്ടി വരും. ജസ്റ്റ് നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ആ മുഴുവൻ കാര്യങ്ങൾ പഠിക്കണ്ട. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്ലാസ്സിൽ കിടക്കുന്ന അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒരു ഔട്ടർ ലൈൻ നോക്കി വെച്ചാൽ ധാരാളമാണ്. ഔട്ടർ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉഴപ്പി വിടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ ഒരുപാട് ഡെപ്തിലോട്ട് പോകണ്ട. സെബിയുടെ പർപ്പസ് എന്താണ് എന്നതിനപ്പുറത്തേക്ക് സെബി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, സെബിക്കകത്ത് ആരൊക്കെയുണ്ട്, അതൊന്നും നോക്കി വെക്കണമെന്നില്ല. സെബിയുടെ ഫംഗ്ഷനും പർപ്പസും ഒബ്ജക്റ്റീവും അത് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ പേരെന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി ഡിഫറൻസ് എന്താണ്, ഇന്ത്യൻ ഫിനാൻസിൻ്റെ കമ്പോണൻസ് എന്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഓക്കെ, ദെൻ എസ് എ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2023 വന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ട് അഡീഷണലി ഒന്നും തന്നെ അഡീഷണലി പറയാനില്ല. കാര്യം എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡിങ് എല്ലാ ഓപ്ഷൻസും നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ക്ലാസ്സുകൾ കേൾക്കുക, എന്നിട്ട് ആ ഒരു ഔട്ടർ ലൈൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഷോർട്ട് ഫോം മാത്രമാണെങ്കിൽ അതിന് പ്രത്യേകം ക്ലാസ് ഉണ്ട്. 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതിന് പ്രത്യേകം ക്ലാസ് ഉണ്ട്. മണി മാർക്കറ്റ് പ്രത്യേകം ഉണ്ട്. ഇങ്ങനെ ഓരോ ടോപ്പിക്ക് വൈസ്, പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്ക് വൈസ് ഞാൻ പ്രത്യേകം ക്ലാസ്സുകൾ എടുത്തിട്ടിട്ടുണ്ട്. അതൊന്ന് കേട്ട് വെച്ചാൽ മാത്രം മതി, നമുക്ക് ഈ ഓപ്ഷൻസ് ഇന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എസ് എ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ 4 എസ് എയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിലേതെങ്കിലുമൊക്കെ കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം വരാവുന്നതാണ്.
സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് വേണമെങ്കിൽ വരാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. നമുക്ക് രണ്ടെണ്ണം മതിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടെണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, സോ ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ കാണുക, ഏറ്റവും സിമ്പിൾ ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ട് പോവുക. അല്ലാതെ ഇത് ഭയങ്കര പ്രയാസമാണ്, എനിക്ക് അത് പഠിക്കാൻ അറിയത്തില്ല, ഇത് പഠിക്കാൻ അറിയത്തില്ല എന്ന ടോപ്പിക്കുകൾ വിട്ടേക്കുക. ഞാനീ പറഞ്ഞിരിക്കുന്ന ഇത്രയും ക്ലാസ്സുകൾ, ഈ 39+ ഇപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ 40 ക്ലാസ്സാവും. ഈ 40 ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക, ജസ്റ്റ് പെർഫോം ചെയ്യുക. ഓക്കെ, അത്രയ്ക്ക് എളുപ്പമാണ് ഈ സബ്ജക്റ്റ്. ഇത് പ്രയാസമാണെന്ന് വിചാരിച്ച് കുറേ ടോപ്പിക്കൊക്കെ വിടും. നിങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കി വെച്ചിരുന്നാൽ മതി. അല്ലാതെ ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവർ രാവിലെ എവിടെ തുറക്കും, എപ്പോൾ അടയ്ക്കും, അതൊന്നും നോക്കണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈൻ മാത്രം നോക്കി അങ്ങ് വിട്ടേക്കുക. ഓക്കെ, അതനുസരിച്ചല്ലേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നേ. നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത്രയും സിമ്പിൾ ആണോ, അയ്യോ ഇത്രേ ഉള്ളൂ എന്നിപ്പോൾ ചിന്തിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ IFM നമ്മുടെ സിലബസ് അനുസരിച്ച് ഈ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞങ്ങ് പോകാനേ ഉള്ളൂ. അതെല്ലാം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുവാണ്. ഈ ക്ലാസ്സുകളെല്ലാം കേട്ടിരിക്കണം. ഒരു 2 ദിവസം മതി. ജസ്റ്റ് മെനക്കെട്ടൊന്നിരിക്കാന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്ക് എടുത്തുകൊണ്ടിരുന്നാൽ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം, ജസ്റ്റ് 2 ദിവസം കൊണ്ട് ഈ ക്ലാസ് ഫുള്ള് കേൾക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ.